സർഗവനിത കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് PM ആതിര ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ വ്യക്തികളെ ആദരിക്കുകയും അനുമോദിക്കുകയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയാണ് നന്മ. നന്മയുടെ വനിതകളുടെ കൂട്ടായ്മയായ സർഗവനിത കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിപുലമായ പരിപാടികളുമായി ഇത്തവണത്തെ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചത്. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി അഡ്വക്കേറ്റ് PM ആതിര ഉദ്ഘാടനം ചെയ്തു. സ്ത്രീയെ തുല്യമായി കണക്കാക്കണമെന്ന് പറയുന്ന ഭരണഘടനയും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പ്രത്യേക നിയമങ്ങൾ പറയും വിധമുള്ള കാര്യങ്ങളും ഇന്നും നമ്മുടെ നാട്ടിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ പറയുന്നത് ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ്. ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന സ്ത്രീകളോട് പക്ഷപാതിത്വമുള്ള നിയമമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവതരിപ്പിക്കുന്നത്. നല്ല നിയമമാണ്. പക്ഷെ നമ്മുടെ ഗാർഹികാന്തരീക്ഷത്തിൽ ഇപ്പോഴും അതിക്രമങ്ങൾ നടക്കുന്നില്ല. വാക്കുകൊണ്ട് വൈകാരികവുമായിട്ടുള്ള പീഡനം, ശാരീരികമായിട്ടുള്ള പീഡനം, സാമ്പത്തിക പീഡനം, ലൈംഗികമായിട്ടുള്ള പീഡനം, ഇതൊന്നും ഗാർഹികാന്തരീക്ഷത്തിൽ ഒരാളും അനുഭവിക്കേണ്ടതില്ല. ഒരു സ്ത്രീയും, അമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, പെങ്ങളാകട്ടെ, ഒന്നും അനുഭവിക്കേണ്ടതില്ല എന്ന് നിയമം പറഞ്ഞിട്ടും നമ്മളുടെ ഗൃഹങ്ങൾ നോക്കൂ, ഗാർഹിക അന്തരീക്ഷം നോക്കൂ, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നൊക്കെയല്ലേ നാട്ടുകാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ഡോക്ടർ മിനി പ്രസാദ് മുഖ്യാതിഥിയായി. മാപ്പിള സംഗീത അക്കാദമി അവാർഡ് ജേതാവ് ഷിയ ഏഞ്ചൽ, SK പൊറ്റക്കാട് സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സാബി തെക്കേപ്പുറം, ലതാ നാരായണൻ എന്നിവരെ അനുമോദിക്കുകയും സാഹിത്യകാരി മൃദുല മനോഹരൻ, ഗായിക പ്രേമ എന്നിവരെ സർഗവനിതയുടെ നേതൃത്വത്തിൽ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടിയിൽ ഷെർലി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ജാനമ്മ കുഞ്ഞുണ്ണി, അജിത നമ്പ്യാർ, വിൽസൺ സാമുവൽ, കലാമണ്ഡലം സത്യവ്രതൻ, TK വേണു, ഷിബു മുത്താട്ട്, ഗിരീഷ് ഇല്ലത്ത് താഴം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.